ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ഇല്ലിക്കൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകൾ നമുക്ക് കിടക്കാം. അങ്ങനെ നിക്ഷേപകരെ വലിയ തോതിൽ ഭീതിയിലേക്ക് തള്ളിവിടാതെ 4 ദിവസത്തെ ഒരു ഇടിവിന് ശേഷം നിഫ്റ്റി ഇന്ന് 40 പോയിന്റ് ഉയരുകയും 26,000 മുകളിൽ ക്ലോസിംഗ് കിട്ടുകയും ചെയ്തു. റുപ്പീസ് ഓൾ ടൈം ഫോൾ ആണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് IT കമ്പനീസിന് ഇന്നലത്തെ പോലെ തന്നെ ഇന്ന് അതിൻ്റെ ഗുണം കിട്ടിയ IT കമ്പനീസ് ഇന്ന് നിഫ്റ്റീനെ തിരിച്ചു കയറ്റി. അത് മാത്രമല്ല, ഇൻഡെക്സ് ഹെവി വെയിറ്റ് കമ്പനീസും ഇന്ന് പ്രോഫിറ്റിൽ തന്നെ അല്ലെങ്കിൽ നിഫ്റ്റീനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായകമായി. പുടിൻ്റെ സന്ദർശനം ഇന്ത്യയിലേക്ക് ഉള്ള ന്യൂസ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടിരുന്നു. അത് പ്രകാരം ഇന്ന് ഡിഫൻസ് സ്റ്റോക്കുകളും ഭാരത് ഡൈനാമിക് ഉൾപ്പെടെയുള്ള ഡിഫൻസ് സ്റ്റോക്കുകളും ഇന്ന് പോസിറ്റീവിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റിയുടെ ടോപ്പ് ഗെയിനേഴ്സ് ലൂസേഴ്സ് ഒക്കെ നമുക്കൊന്ന് കണ്ടുവരാം. ആദ്യം ടോപ്പ് ഗെയിനേഴ്സിൽ TCS IT കമ്പനി, SBI ലൈഫ്, ടെക്കം, ഇൻഫോസിസ്, കോൾ ഇന്ത്യ. അപ്പോൾ ടോപ്പ് ഗെയിനേഴ്സിൽ ഒട്ടുമിക്ക കമ്പനീസും എവിടെ നിന്നാണ് ഉള്ളത്? IT കമ്പനീസാണ്. എന്താണ് പ്രധാന റീസൺ? റുപ്പീസ് ഫോളാവാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗുണം നമ്മളുടെ എക്സ്പോർട്ടിംഗ് കമ്പനീസിന് ആയിട്ടുള്ള IT കമ്പനീസിന് അത് കിട്ടും എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെ റുപ്പീസ് ഫോൾ ആവുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനീസിന് അത് വലിയ തോതിൽ ഗുണകരമാകും. എന്താണോ നമ്മുടെ നാട്ടിൽ നിന്ന് പുറമേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് അത്തരം കമ്പനീസിന് അത് ഗുണകരമാവുകയും ഏതൊക്കെ കമ്പനീസാണ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് അത്തരം കമ്പനീസിന് അത് ദോഷകരമാവുകയും ചെയ്യും. സ്വാഭാവികമായ രീതിയിൽ ഇവിടുന്ന് എക്സ്പോർട്ട് കൂടുതലുള്ളത് IT കമ്പനീസിനും ടെക്സ്റ്റൈൽസ് കമ്പനീസിനാണ്. നമുക്ക് ഇമ്പോർട്ട് ഇങ്ങോട്ടുള്ളത് ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനീസിനാണ് കൂടുതൽ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇൻഡിഗോ ഇടിവ് രേഖപ്പെടുന്നത്. ഇടിവ് രേഖപ്പെടുത്താൻ 2 റീസൺസ് ഉണ്ട്. അവിടെ ക്യാബിൻ ക്രൂ ഷോർട്ടേജ് കാരണം ഒരുപാട് സർവീസ് കമ്പനി റദ്ദാക്കി. കൂടാതെ തന്നെ ഏവിയേഷൻ ടർബലൈൻ ആ ഒരു ചാർജസും ഉയരുന്നുണ്ടെന്നുള്ള ന്യൂസ് നമ്മൾ കണ്ടിരുന്നു. കൂടാതെ തന്നെ RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ് നാളെയാണ് ഉള്ളത്. US നിന്നും അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങളെല്ലാം തന്നെ വരുന്ന ദിവസം മൺഡേയാണ് ഉള്ളത്. ഇനി ഫ്രൈഡേ IPO, ഒരുപാട് IPOs 3 കമ്പനീസിൻ്റെ IPO ഒരുപോലെ തന്നെ ഓപ്പൺ ആവുന്നുണ്ട്. മീഷോ, അക്യുടെക്സ് ആൻഡ് വിദ്യ വയേഴ്സ്. ഇതിൽ എല്ലാ കമ്പനീസും നിലവിൽ തന്നെ ഓവർ സബ്സ്ക്രിപ്ഷൻ ആയ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. നമുക്ക് നേരെ നിഫ്റ്റിയുടെ ചാർട്ട് ഒന്ന് കണ്ടുവരാം. ഓപ്പൺ ചെയ്തു 25,931 ലോ ക്രിയേറ്റ് ചെയ്തു. ടപ്പ് ചെയ്യുന്ന നിഫ്റ്റി പോയി 26,100. പിന്നീട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് 25,960. പിന്നീട് ഒരു റൈസ് 26,060. പിന്നീട് ഒരു ഫോള്. അതിനുശേഷം 26,040 നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഉള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരുമ്പോൾ ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും പ്ലസിലാണ്. ഇന്ത്യ വിക്സ് ഏറ്റവും താഴേന്ന് കാണാം 3.68% ക്രാഷ് ചെയ്ത് 10 കംഫർട്ടബിൾ ആണ്. ജപ്പാൻ മാർക്കറ്റ് ശക്തമായ റാലി രേഖപ്പെടുത്തി 2.38%, 1,280 പോയിന്റ് റാലി. കൊറിയ, ചൈന, ഓസ്ട്രേലിയ എല്ലാം തന്നെ പേരിന് മാത്രം പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഗോൾഡ് കാണാം $4,201. XAU/USD ആണ് ഗോൾഡ്. ബ്രന്റ് ഓയിൽ, ബിറ്റ്കോയിൻ, ഡോ ഫ്യൂച്ചർ എല്ലാം തന്നെ വളരെ പോസിറ്റീവായ രീതിയിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നതെന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഓവറോൾ മാർക്കറ്റിൻ്റെ ഒരവസ്ഥ. നമ്മളിനി ടോപ്പ് ലൂസേഴ്സ് നോക്കിയിട്ടില്ല. ടോപ്പ് ലൂസേഴ്സിൽ കാണാം ഇൻഡിഗോ, ആദ്യം നമ്മളുടെ ഇന്റർഗ്ലോബ് AVI, അതായത് ഇൻഡിഗോ ഫ്ലൈറ്റ് ആണ്. പിന്നീട് ഹിൻഡൽഗോയാണ്, മാരുതി സുസുക്കി, കൊഡാക് മഹേന്ദ്ര, ടൈറ്റാൻ കമ്പനീസാണ് ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത്. അപ്പോൾ നിഫ്റ്റി ഇപ്പോൾ 4 ദിവസത്തിൻ്റെ ഒരു ഇടിവിന് ശേഷം അറ്റ്ലീസ്റ്റ് നമുക്ക് 26,000 മുകളിലൊക്കെ ക്ലോസ് കിട്ടിയിട്ടുണ്ട്. 26,000 മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളത് അത് ചില്ലറ കാര്യമല്ല. അപ്പോൾ ഒരുപാട് റേറ്റിംഗ് ഏജൻസീസ് നിഫ്റ്റി ഈ 2026 അവസാനത്തോടു കൂടിയിട്ട് നിഫ്റ്റി 29,000 പോയേക്കാം, സെൻസെക്സ് 90,000 കടന്നേക്കാം എന്നുള്ള പല അപ്ഗ്രേഡുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പല സ്റ്റോക്കുകളിലും അപ്ഗ്രേഡുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇത്രയും കൊറോണ ആ ഒരു സമയത്തിന് ശേഷം 17,500 നിന്നൊക്കെ റാലി തുടർന്ന നിഫ്റ്റി ആ ഒരു റാലി തുടർന്ന് ഇപ്പോഴും 26,000 എന്ന റേഞ്ചിലേക്ക് എത്തി എന്നുള്ളത് നമ്മളുടെ നിഫ്റ്റി ഇയർലി ബേസിസ് ഏകദേശം ഒരു ബാങ്ക് നിഫ്റ്റിനേക്കാൾ കൂടുതൽ റിട്ടേൺ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 1 ഇയറിൻ്റെ ഒരു കണക്കെടുക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ അത്ര റിട്ടേൺ നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുക്കുമ്പോൾ നമുക്കൊരു ആവറേജ് ആയിട്ട് ബാങ്ക് നിഫ്റ്റിനേക്കാൾ കൂടുതൽ റിട്ടേൺ കൈവരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം. പക്ഷേ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നമ്മൾ ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഉൾപ്പെടാതെ നമ്മളെല്ലാം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മിഡ് ക്യാപ്പിലേക്കും സ്മോൾ ക്യാപ്പിലേക്കും മാത്രം ഒതുങ്ങുകയാണെങ്കിൽ ഈ ഒരു ബെനിഫിറ്റ് കിട്ടില്ല. ഞാനിപ്പോൾ പറയുന്നത് ഈ നിഫ്റ്റി ഇത്രയും റേഞ്ചിലെത്തിയിട്ടും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാത്തതിൻ്റെ ഒരു കാരണം മേ ബി നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഈ ഇൻഡെക്സിനെ ഫോളോ ചെയ്ത സ്റ്റോക്കുകൾ കുറവായതുകൊണ്ടാകാം, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ പോർട്ട്ഫോളിയോ ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ ഈ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ്, ഈ ഓപ്ഷൻ, കമ്മോഡിറ്റി, ക്രിപ്റ്റോ ഇതെല്ലാം തന്നെ ക്ലാസ് റൂമിൽ ഇരുന്ന്
നമ്മുടെ കൊച്ചി ഓഫീസിൽ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അതല്ല വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ടും ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്ന് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഫസ്റ്റ് കമ്പനിയിൽ നമ്പർ ഉണ്ട്, കോൺടാക്ട് ചെയ്യാം. ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ചിലവിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കാം. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. സീമക്ക് കമ്പനി ഇവർക്ക് എന്താണ് HAL ആയിട്ട് ഇവരൊരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. സാഗിൽ പ്രീപെയ്ഡ് കമ്പനി റിപ്പിവി ടെക്നോളജീസിനെ ഇവർ അക്യൂർ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. പെട്രോനെറ്റ് കമ്പനി ONGC ആയിട്ട് 5000 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് ഇവർ സൈൻ ചെയ്തു. ദേവ്യാനി ഇൻ്റർനാഷണൽ നമ്മുടെ KFCയുടെ എല്ലാം തന്നെ പ്രൊമോട്ടേഴ്സാണ്. അവർ സഫയർ ഫുഡ്സും ദേവ്യാനിയും തമ്മിലുള്ള മെർജ് കമ്പനി അത് ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസ്. ലുപ്പിൻ ഫാർമ കമ്പനിയാണ് US ഒരു ഫെയിമായിട്ട് ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള ഡ്രഗ് എല്ലാം തന്നെ കമ്പനി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എംബസി RET കമ്പനിയാണ് നമ്മുടെ നാട്ടിൽ. എംബസി ബ്രൂക്ക്ഫീൽഡ് തുടങ്ങിയ RET റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് കമ്പനിയുണ്ട്. അപ്പോൾ ഇതിൽ RET കമ്പനി ബാംഗ്ലൂരിൽ അവർ 852 കോടി രൂപയ്ക്ക് സ്പേസ് അക്യൂർ ചെയ്തിട്ടുണ്ട്. BEML കമ്പനി 157 കോടി രൂപയുടെ ഒരു മെയിൻ്റനൻസ് ഓർഡർ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. സബ്രോസ് കമ്പനി 52 കോടി രൂപയുടെ ഓർഡർ ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. വേദാന്ത കമ്പനി നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ 545 കോടി രൂപയുടെ ഇൻഡസ്ട്രിയൽ റെസൊല്യൂഷൻ പ്രൊജക്റ്റ് അംഗീകാരം കൊടുത്തു. HUL കമ്പനി അവർ ഹിന്ദുസ്ഥാൻ യൂണിലിവർ കമ്പനി HUL അല്ല കേട്ടോ, HUL ഹിന്ദുസ്ഥാൻ യൂണിലിവർ കമ്പനി ഡീമെർജ് നാളെയാണ് റെക്കോർഡ് ഡേറ്റ് ഉള്ളത്. ക്വാളിറ്റി ഐസ്ക്രീം സെപ്പറേറ്റ് കമ്പനിയായ എൻറ്റിറ്റി ആയിട്ട് തന്നെ ലിസ്റ്റ് ചെയ്യും. റെയിൽടെയിൽ കമ്പനി ഇവർ 64 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. റൈറ്റ് ഗെയിൻ കമ്പനി എയർപോർട്ട് ലോഞ്ച് ഫെസിലിറ്റീസ് കൊടുക്കുന്ന കമ്പനിയാണ്. അവർ റെൻ്റൽ കാർ ബിസിനസ് ആരംഭിക്കുകയാണ്. നെക്ടാർ ലൈഫ് സയൻസ് കമ്പനി നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ന്യൂസാണ്. കമ്പനി ഷെയർ ബൈബാക്ക് പ്രഖ്യാപിച്ചു എന്നുള്ള ന്യൂസ്. E2E നെറ്റ്വർക്ക് കമ്പനി 177 കോടി രൂപയുടെ ഓർഡർ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ന്യൂസ്. നീരജ് സിമെൻറ്റ് കമ്പനി ഇവർക്ക് 81 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. സ്മാർട്ട് വർക്ക് കോവർക്കിംഗ് സ്പേസ് കമ്പനിയാണ്. ഇവർ 1.68 ലാക്ക് സ്ക്വയർ ഫീറ്റിൻ്റെ IT കമ്പനി ഇവർ കൊൽക്കട്ടയിൽ ഇവർ അക്യൂർ ചെയ്തു. റിലയൻസ് കമ്പനി ജിയോയുടെ എല്ലാം തന്നെ IPO കമ്പനി അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. BCL ഇൻഡസ്ട്രീസ് കമ്പനി 55 കോടി രൂപയുടെ ലാൻഡ് അക്യൂർ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ന്യൂസുകൾ. അപ്പോൾ ഇനി എന്ത് വേണം? ഈ ന്യൂസുകൾ നമ്മൾ വളരെ ബുദ്ധിമുട്ടി കളക്ട് ചെയ്ത ന്യൂസുകൾ നിങ്ങൾ കേട്ടു, നിങ്ങളുടെ ഫ്രണ്ട്സ് കേട്ടിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അതിനെന്താ വേണ്ടത്? ഷെയർ ചെയ്യുക. തലങ്ങും വിലങ്ങും നമ്മുടെ ചാനൽ എല്ലാ ടെലഗ്രാം ചാനലിലേക്കും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും ചാനൽ എത്തിക്കുക എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.